കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർവിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഇന്ന് എന്ത് നോക്കാം? തൊട്ടിപ്പറയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ് നോക്കുന്നത് അല്ലേ. ഹ്യൂവസ് സാച്ചുറേഷൻ, ഹ്യൂവസ് ലൂമിനൻസ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ ബാക്കി ഭാഗങ്ങളോട് കവർ ചെയ്യും, ഇല്ലെങ്കിൽ ഇത്രയും തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിനൊന്ന് റീസെറ്റ് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് ചെയ്തു, പഴയ കളറിലേക്ക് കൊണ്ടുവന്നു. നേരെ ഹ്യൂ എന്താണെന്ന് നോക്കാം. ഹ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്, ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിനെ വേറൊരു കളറിലേക്ക് മാറ്റുക. അപ്പോൾ ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂ, അതായത് ഈ മഞ്ഞ ഹ്യൂവിനെ വേറൊരു കളറിലേക്ക് കൊണ്ടുവരിക. ഹ്യൂ. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഹ്യൂ കർവിലേക്ക് വരിക. നമുക്ക് വേണ്ട ഏരിയ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മഞ്ഞാണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മഞ്ഞ പിക്ക് ചെയ്യുക. സിമ്പിൾ അല്ലേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ കളർ പിക്കർ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വന്ന ശേഷം നമ്മൾ വെറുതെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടേക്ക് വന്നു ഐ ഡ്രോപ്പർ എന്നോ അല്ലെങ്കിൽ കളർ പിക്കർ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഈ ഒരു പിക്കറിനെ കാണാൻ പറ്റും, കണ്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ടൊരു കളർ പിക്ക് ചെയ്യാം. ഇവിടെ മഞ്ഞ പിക്കായില്ലേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മാറ്റി കാണിച്ചു തരാം. പച്ചയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഗ്രാഫിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ ഗ്രാഫിൻ്റെ അകത്ത് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഈ ഗ്രാഫിൻ്റെ അകത്ത്. കണ്ടോ, ഇവിടെ പച്ച കൂടുതലായിട്ട് കാണുന്നില്ലേ. അതേപോലെ ഇവിടെ പച്ച കൂടുതലായിട്ടുണ്ടല്ലേ. അതേപോലെ മഞ്ഞ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഗ്രാഫിൻ്റെ അകത്ത്. അതെന്താണ്? ഈ മഞ്ഞയും കാര്യങ്ങളുമാണ്. ഈ കളറിൽ തന്നെ കുറേ പച്ച അല്ലാതെ മഞ്ഞയായിട്ട് മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഈ സൂര്യകാന്തിൻ്റെ കളറൊന്ന് മാറ്റാൻ പോവുകയാണേ. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മഞ്ഞ പിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് മഞ്ഞ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ മഞ്ഞ ഈ ഒരു ഏരിയ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഇനി ഞാൻ ഇതിനൊന്ന് മേലേക്ക് മെല്ലെ അപ്പ് ചെയ്യുകയാണേ. കണ്ടോ, എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു സൂര്യകാന്തി ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്ര അടിപൊളിയായിട്ടല്ലേ. അത് മാത്രമല്ല, ഇനിയും മേലോട്ട് നോക്കിക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്തായി? വേറൊരു കളർ സൂര്യകാന്തി കിട്ടി. അപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നുണ്ടാവും അല്ലേ, പാട്ടിലൊക്കെ ഡ്രസ്സിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നത്. അല്ലെ, നമുക്ക് ഇവിടെ കീ ഫ്രെയിം കൊടുത്താൽ മതി. ഞാൻ പിന്നെ മുന്നോട്ടേക്ക് പറയാം. തൽക്കാലം ഇങ്ങനെ നിങ്ങൾക്ക് കളർ മാറ്റി ഉപയോഗിക്കുക എന്ന് പറയാം. ഇപ്പോൾ കണ്ടോ, പിങ്ക്, ഇപ്പോൾ വേറൊരു കളറ്, ഇനി ബ്ലൂയിലേക്ക് വരെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. കണ്ടോ, പക്ഷെ ബ്ലൂവിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എഡ്ജൊക്കെ കാണുന്നുണ്ട് അല്ലേ. എഡ്ജൊക്കെ നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുക. അതേപോലെ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് നീക്കിക്കുക. അപ്പോൾ കുറേയൊക്കെ എഡ്ജ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക്, പലതരം കളറിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഒരു കളറിനെ മഞ്ഞ മാത്രമല്ല, ഏത് കളറിനെ നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാം. അപ്പോൾ അടുത്തൊരു കളർ നമുക്കൊന്ന് പിക്ക് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്ന് റീസെറ്റ് ചെയ്തു, പച്ച ഒന്ന് പിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ ഗ്രാഫിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ പച്ചയാണ് അല്ലേ. പച്ചനെ ഇതേപോലെ മേലേക്ക് കൊണ്ടുവന്നാൽ കണ്ടോ, പച്ച മൊത്തം റോസ് കളറിൽ വന്നു. അപ്പോൾ നമുക്ക് മേലോട്ടേക്ക് മാത്രമല്ല താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറൊരു കളർ കിട്ടും. കണ്ടോ, നീല പോലത്തെ ഒരു കളർ. അപ്പോൾ നമുക്ക് പൂവിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പൂവിൻ്റെ കളർ ഒന്ന് പിക്ക് ചെയ്തു, താഴേക്ക് കൊണ്ടുവന്നാൽ നോക്കിക്കോട്ടോ. കണ്ടോ, വേറൊരു പൂവൊക്കെ പച്ച കളറിലേക്ക് മാറിയില്ലേ. ഇനിയും താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താവും? കണ്ടോ, ഒരു ബ്ലൂ, നമ്മൾ നേരത്തെ മേലേക്ക് കൊണ്ടുപോയ പോലെ തന്നെ വേറെ ടൈപ്പ് ബ്ലൂ കിട്ടി. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടോ, കളറിലൊന്നും മാറ്റം വരില്ല. കാര്യം അത് കളറാണ് പിക്ക് ചെയ്ത്, മാസ്കിംഗ് ഒന്നല്ല അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ കിട്ടിയില്ലേ, അടിപൊളിയായിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ, ഇതാണ് ഹ്യൂ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് റെഡിലും ബ്ലൂവിലും ഗ്രീനിലും ഏത് കളറിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ചുവപ്പും പച്ച നീലയൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? ജസ്റ്റ് ഹ്യൂവിൽ വരിക, വേണ്ട കളർ പിക്ക് ചെയ്യുക, അതിന് നമുക്ക് വാല്യൂ താഴേക്കും മേലേക്കും ആക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ആണേ. അപ്പോൾ ആ ഏരിയ കിട്ടിയല്ലോ. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്കത് വേണ്ട പോലെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ സ്പ്ലൈൻ ആഡ്, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കർവിൻ്റെ അകത്ത്. അതേപോലെ ഇതിൽ സ്പ്ലൈൻ ആഡ് ചെയ്ത് ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തു. ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ കണ്ട പോലത്തെ ഒരു സ്പ്ലൈൻ ഇവിടെ നമുക്ക് കിട്ടും. കണ്ടോ, ഈ ഒരു സ്പ്ലൈൻ കണ്ടോ, ഇതേപോലെ ഇങ്ങനെയൊക്കെ കർവ് മാറ്റി വെക്കാനുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോയിന്റ് നമുക്ക് ഓരോ സ്പ്ലൈൻ കിട്ടും. കണ്ടോ, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ സ്പ്ലൈൻ യൂസ് ചെയ്യാം. ഇത് വേണ്ടെങ്കിൽ ഇവിടെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ ആണേ. അപ്പോൾ ഈ ഒരു കർവിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. തൊട്ടടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുകയാണ്. എന്താണ്? സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേഷൻ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു സാച്ചുറേഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഡെപ്തിൽ പറയാനുണ്ട് അല്ലേ. അത് കാര്യം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ച് പോവുകയാണ്. സാച്ചുറേഷൻ വേറെ തരേണ്ട കാര്യമില്ല, ഈ വീഡിയോയിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. നമുക്ക് സാച്ചുറേഷൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ സാച്ചുറേഷൻ ഞാനിങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നോക്കിയോ, എന്താ കുറയുന്നത്? അതിൻ്റെ കളർ മൊത്തത്തിൽ കുറഞ്ഞ് മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കളറിൻ്റെ ഡെപ്താണ്. ഇത് മേലേക്ക് കൂട്ടിക്കഴിഞ്ഞാലോ, ഇപ്പോൾ ഇത് നോർമൽ എത്തിയില്ലേ. ഇനി മേലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൂടിയിട്ട് കണ്ട പച്ചയൊക്കെ അങ്ങ് അൾട്ടിമേറ്റ് ലെവൽ പച്ചയും എക്സ്ട്രീം ലെവലിൽ മഞ്ഞയും കയറി കഴിഞ്ഞു അല്ലേ. അതാണ് നമ്മുടെ സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കളറും കളറില്ലായ്മയും. ഇത് തന്നെ നമുക്ക് കളർ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൂടി ഇവിടെ കാണാൻ പറ്റില്ല. ഇതേ സംഭവം തന്നെ ആയിരിക്കും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇപ്പോൾ കളർ ബൂസ്റ്റ്? കളർ ഇതുപോലെ ബൂസ്റ്റ് ചെയ്യാം, കളർ കുറയ്ക്കാം. ഇത് രണ്ടും നമുക്ക് മാറ്റം വരിക എവിടെയാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ, പോകുമ്പോൾ കാണിച്ചു തരാം. രണ്ടും മനസ്സിലാക്കി വെച്ചോട്ടോ. ഇനി ഇത് വീഡിയോ തന്നെ നമ്മളത് പറയും. അപ്പോൾ ആ ഒരു സാച്ചുറേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ സാച്ചുറേഷൻ കൂടും, മൊത്തത്തിൽ കുറയും. അപ്പോൾ ഈ ഒരു കർവ് യൂസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മഞ്ഞയുടെ സാച്ചുറേഷൻ മാത്രം അല്ലെങ്കിൽ പച്ചയുടെ സാച്ചുറേഷൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാച്ചുറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുന്നത്. ഹ്യൂ ഏതാണ്? കളറാണ് അല്ലേ. അപ്പോൾ നമുക്ക് മഞ്ഞ കളറിങ് പിക്ക് ചെയ്യാൻ വേണ്ടും. അതിൻ്റെ സാച്ചുറേഷൻ എന്താണ്? അതിൻ്റെ കളറിൻ്റെ ഡെപ്ത്. അപ്പോൾ ഞാൻ മഞ്ഞേൻ്റെ ഡെപ്ത് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ നോക്കിയോ, കണ്ടോ,
കണ്ടോ ആ മഞ്ഞ മാത്രം താഴേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പച്ചയിൽ നിന്ന് കുറച്ച് പോയിട്ടുണ്ടല്ലോ. എന്നാൽ പച്ചയിലും മഞ്ഞയുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ പോകുന്നത്. അതിന് തിരിച്ച് ഞാൻ പച്ചയിൽ മാത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പച്ച ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പച്ചേൻ്റെ ഡെപ്ത് താഴേക്ക് കുറച്ചു. ഇപ്പോൾ കണ്ടോ ഇതിനകത്ത് കുറച്ച് മഞ്ഞേരിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതേപോലെ പിക്ക് ചെയ്തെടുക്കുക. കൂടുതൽ പച്ച ഉണ്ട് ഇതേപോലെ ഗ്രാഫ് വൈഡാക്കി വെക്കാം. ഇതേപോലെ നമുക്ക് വൈഡാക്കി വെക്കാം. കണ്ടോ ഇപ്പോൾ ഒരു പ്രത്യേക തരം എഫക്റ്റ് കിട്ടിയില്ലേ? എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മൊത്തം കളർലെസ് ആയി, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു നമ്മുടെ സബ്ജക്റ്റ് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മഞ്ഞ കളറിൽ കാണുന്നുണ്ട്. ഇതേപോലെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആടിൻ്റെ തുടക്കത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം ആ റെഡ് ഷർട്ട് അല്ലെങ്കിൽ അവരെ ഡ്രസ്സിൻ്റെ കളർ മാത്രം എടുത്ത് കാണിക്കും, റെഡ് മാത്രം. ബാക്കി മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയാണ് അത് ചെയ്യുന്നത്. നമുക്കിവിടെ റെഡ് ആയിരുന്നെങ്കിൽ റെഡ് കളർ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാം. നമുക്ക് ഹ്യൂവിൽ വന്ന് വെച്ച് ഹ്യൂ കളർ മാത്രം പിക്ക് ചെയ്തിട്ട് ഇവിടെ ഹ്യൂ മാത്രം നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. കണ്ടോ ഇപ്പോൾ വേറൊരു ടൈപ്പ് സ്റ്റൈൽ കിട്ടിയില്ലേ? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇതിൻ്റെ കളറ് ഈ ഒരു ടോണിലേക്ക് മാറിയില്ലേ? ഓറഞ്ച് എന്താ പറയുക, ആ ഒരു ടോണിലേക്ക് മാറി. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണ്ട ഏത് കളറാണോ അതിനെ പിക്ക് ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കളറുകൾ സെലക്ട് ചെയ്ത് അങ്ങനെയും പിക്ക് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ സ്പ്ലൈനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വരുന്നത് കേട്ടോ. അതായത് സാച്ചുറേഷൻ കുറയ്ക്കുക മാത്രമല്ല, സാച്ചുറേഷൻ കൂട്ടി പച്ചയുടെ ഡെപ്ത് കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം. അതായത് സിംഗിൾ കളറിൻ്റെ ഡെപ്ത് കൂട്ടാനും കുറയ്ക്കാനുമാണ് ഹ്യൂവസ് സാച്ചുറേഷൻ നമ്മൾ കൊണ്ടുവരുന്നത്. അത് ഇവിടെ കത്തിയില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഹ്യൂവസ് ലൂമിനൻസ്. ഓക്കെ, ഹ്യൂവസ് ലൂമിനൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായേണ്ട. ലൂമ നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണല്ലേ, ഹ്യൂവസ് ലൂമ കേട്ടോ. ഹ്യൂവസ് ലൂമിനൻസ് എന്താണ്? ഇതിൻ്റെ ലൈറ്റ്, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ട് അതിനെ കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒന്ന് പിക്ക് ചെയ്തു കേട്ടോ. എവിടെയാണ്? ഹ്യൂവസ് ലൂമിനൻസിൽ കേട്ടോ. ഇതിൽ ആ ലൂമിനൻസ് ഒന്ന് കുറയ്ക്കുമ്പോൾ നോക്കിയോ, അതിൻ്റെ കളർ കണ്ടോ? ആ ലൈറ്റ് അടിക്കുന്ന ഭാഗം തിളക്കം കുറഞ്ഞു. മേലോട്ട് നോക്കിയാലോ ആ തിളക്കം കൂടി. അവിടെ വൈറ്റ് ആണ് കൂടുന്നത് കേട്ടോ. വൈറ്റ് കളർ കൂടുന്നു, വൈറ്റ് കളർ കുറയുന്നു. അതായത് ലൈറ്റ് അപ്പ് ചെയ്യുന്നു, ലൈറ്റ് ഡൗൺ ചെയ്യുന്നു. കുറച്ചൊന്ന് ലൈറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളൊരു കളർ കിട്ടും. കണ്ടോ? കുറച്ച് കയറ്റി കഴിഞ്ഞാലോ ലൈറ്റനായിട്ടുള്ള കളർ കിട്ടും. അതവിടെ നമുക്ക് എല്ലാ കളറിലും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് കൂട്ടുകയാണ്. ഇപ്പോൾ നോക്കിട്ടോ, ഞാൻ ഇത്തിരി വൈഡാക്കി പിടിക്കുകയാണ്. ഇവിടെ ഇത്തിരി വൈഡാക്കി പിടിച്ചു, ഇവിടേക്ക് ഇത്തിരി വൈഡാക്കി പിടിച്ചു. എന്നിട്ട് കണ്ടോ ലൈറ്റ് കണ്ടോ കൂടി വരുന്നത്, താഴേക്ക് വെച്ചാൽ കറുത്ത് പോയി. ഈ ഏരിയ ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ ആ നീല കറുത്ത് പോയി, നീല പൊങ്ങി വന്നിട്ട് അവിടെ വെള്ള കളറിലേക്ക് മിക്സ് ആയി. കണ്ടോ, ഇതാണ് ലൂമിനൻസ്, ഹ്യൂവസ് ലൂമ കേട്ടോ. ഇതേപോലെ നമുക്ക് ഏത് കളറിൻ്റെ ലൂമിനൻസ് കൂട്ടാം, ലൂമിനൻസ് കുറയ്ക്കാം. സിമ്പിളാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഹ്യൂവസ് സാച്ചുറേഷൻ, ഹ്യൂവസ് ഹ്യൂവസ് ലൂമിനൻസ്. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട ഇമേജുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ നല്ല അടിപൊളി കളർ ഗ്രേഡ് ചെയ്യാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ലൂമിനൻസ് ഒക്കെ കുറച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഡെപ്ത് ഉള്ളൊരു കളർ കിട്ടും. ഒരു വെറൈറ്റി കളർ പൂവൊക്കെ കിട്ടും. അവിടെ കട്ട് ചെയ്ത പോലെ പോകാൻ തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് പൊക്കിയൊക്കെ വെക്കാം കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സാച്ചുറേഷനൊക്കെ ഒന്നുകൂടെ കയറ്റി വെക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതും കോമ്പിനേഷനാണ്. നമുക്ക് ഇതിനെ ഇനി ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് എന്തെങ്കിലും ഗ്രേഡൊക്കെ കൊടുക്കണമെങ്കിൽ ഗ്രേഡ് ചെയ്യണ്ട. ഇതേപോലെയൊക്കെ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കളർ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയ നമുക്ക് അടുത്തതായിട്ട് പറയാം. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ.